കണ്ടാ, ഇതല്ലേ മാസ്. വേറെന്താണ് മാസ്? 75 വയസ്സിൽ റിവർ ക്രോസിംഗ് ചെറിയ സംഭവമാണെങ്കിലും ഇതൊക്കെയാണ് മാസ് അല്ലേ? ഷോപ്പിൽ കയറുമ്പോ മിണ്ടാണ്ട് മുങ്ങും, എന്നിട്ട് എവിടെയെങ്കിലൊക്കെ പോയി വാങ്ങിച്ചിട്ട് കവറ് എന്താ പറയാ ഹൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇടുന്നത്. എന്നിട്ട് പറയും ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു, അപ്പൊ ഞാൻ ആ കടയിൽ പോകില്ലല്ലോ. അപ്പൊ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സേഫസ്റ്റ് ബെറ്റ് മാഗി കഴിക്കുന്നതാണ്. അപ്പൊ മാഗി ബൈ ദ ലേക്ക്. ഓ എന്റെ ഡാഡി നേരെ നോക്ക് മുകളിലേക്ക്. ഡാഡി ഇത് നോക്ക്, ശിവ ഇൻ അഗ്നിദേവ് ഫോം. ഇത് കണ്ടോ എന്ത് പേടിയോന്ന് നോക്ക്. ഹലോ എവ്രി വൺ, എ വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല പ്ലസൻറ്റ് വെതറാണ് ചെയ്യില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം റൂമിൽ തന്നെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് ഞാൻ എന്താ ഉപ്മാവും ചീസ് ഓംലെറ്റും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇരുന്ന് കഴിക്കുന്ന എന്തൊരു സുഖമെന്നറിയോ. ആൻഡ് ഞാൻ പറഞ്ഞാൽ ഓൾവേസ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ സ്മൈൽ. ആൻഡ് വേറെ ഇന്ന് ഞങ്ങൾ പോകുന്നൊരു കിഡിലൻ സ്ഥലത്താണ്. പക്ഷേ അത് ഓപ്പൺ ആണോ അല്ലയോ എന്ന് അറിയില്ല. ഓപ്പൺ ആണെങ്കിൽ അതൊരു ഞങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമായിരിക്കും. സിമ്പിൾ സാധനമാണ്, പക്ഷേ ഒരു ഭയങ്കര എന്താ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ഹോപ്പ്ഫുള്ളി അതുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം ഓപ്പൺ ആണെങ്കിൽ ഇന്നത്തെ ബ്ലോഗിൽ എന്തെങ്കിലും കാണുള്ളൂ. കാരണം അതിന് വേണ്ടി ആണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പതുക്കെ ഒന്ന് ഇരുന്ന് റെഡി ആയിട്ടൊക്കെ ഇറങ്ങാം. ശരിക്കൊരു ഗുഡ് മോർണിംഗ് തന്നെയല്ലേ ഗൈസ്. ലുക്ക് അറ്റ് ദിസ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ്, ഓർഗാനിക് ഫ്രൂട്ട്സ്. ഇത് വാട്ടർമെലൺ, പപ്പായ, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. ഇത് ഉപ്മാവാണ്. ആൻഡ് കിഡിലൻ ഉപ്മാട്ടാ. ഇത് ചീസ് ഓംലെറ്റ്. ആൻഡ് വീണ്ടും ഞാൻ പറയാം, ഇവിടുത്തെ ഈ ഒരു വ്യൂ, ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് തന്നെയൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ അമേസിങ് പ്ലേസ്. ഞങ്ങളൊരു മൊണാസ്ട്രി കാണാൻ വന്നതാണ്. പക്ഷേ എഗെയിൻ കോവിഡ് സ്പോയിൽഡ് അവർ പ്ലാൻസ്. കോവിഡ് കാരണം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊണാസ്ട്രീസ് ആണ്. ചെയിലിൽ ആകെ കൂടെ ഉള്ളൊരു മൊണാസ്ട്രി ആണ്. നമുക്ക് കണ്ട ഗേറ്റിൽ അവിടെ കോവിഡ് കാരണം യു കാൺ എൻറ്ററിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഒക്കെ. ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്താലും പോകുന്നൊരു സ്ഥലമാണ്. കുഴപ്പമില്ല, ഇനിയും നമുക്ക് ധർമ്മശാലയിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കാം. ചിലപ്പോൾ എവിടെയെങ്കിലും തുറന്ന് കാണും. എന്തായാലും ഭയങ്കര ഭംഗിയായുള്ള സാധനമായിരുന്നു. മിസ്സായിപ്പോയി. മൊണാസ്ട്രി അടച്ചിട്ടിരിക്കുക വേദു. മൊണാസ്ട്രി അടച്ചിട്ടിരിക്കുക പറയാ. നമ്മൾ ഇത്രയും കയറ്റം കയറി വന്നത് വെറുതെ ആയിപ്പോയി. എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല ഡാഡി. എടുക്കാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ലല്ലോ, ഉള്ളിലേക്ക് ഒരുപാട് പോകണം. ഗേറ്റ് ലോക്ക്ഡ്. അപ്പൊ കുഴപ്പമില്ല, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇങ്ങനെ ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ എല്ലാ ട്രാവലിലും ഉണ്ടാവുമല്ലോ. എന്തായാലും വേറെ ഒരു സ്ഥലം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അതെങ്കിലും തുറന്നു കാണും. ഡാഡി ഇങ്ങനെ താഴത്തേക്ക് പോകാൻ പേടിയുണ്ടോ? ഒരു ഓഫ് റോഡിങ് ടൈപ്പ് ഒക്കെ ഇല്ലേ? വേറെ വണ്ടി വന്നാൽ ആ ബുദ്ധിമുട്ടും. ഒരു കിഡിലൻ സ്ഥലത്തേക്കാണ് പോകുന്നത്. ജസ്റ്റ് സീ ദ ലേക്ക് ഫ്ലോയിങ്, അല്ല റിവർ ഫ്ലോയിങ് നെക്സ്റ്റ് ടു us. പ്രിയ നേരെ നോക്ക്, ദാറ്റ് ഈസ് അവർ ലഞ്ച് പ്ലേസ്. വെള്ളത്തിന്റെ സൈഡില്, തൊട്ട് സൈഡിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഓൺ ദ റിവർ. അടിപൊളിയല്ലേ? ഇവിടുത്തെ ഏറ്റവും ഒരു പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആക്ച്വലി പിക്നിക് സ്പോട്ടാണ്. സദപ്പുൾ ലേക്കിന്റെ റിവറിന്റെ സൈഡിൽ ഇരുന്ന് കഴിക്കാൻ ഒരു സൗകര്യമുണ്ട്. ഇറ്റ് ഇസ് സ്റ്റണ്ണിങ്ലി ബ്യൂട്ടിഫുൾ. ഒരു വാലി പോലത്തെ സ്ഥലത്തൂടെ ഇറങ്ങി വന്നിട്ട് നേരെ ഇറങ്ങി വരുന്നത് ഇങ്ങനത്തെ ഒരു റിവർ സൈഡിലേക്കാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദിസ് അല്ലേ? ഒരു ഫ്ലോയിങ് സ്ട്രീം, അവിടെ ഇരിക്കാൻ സ്ഥലം ഒരുപാടുണ്ട്. പക്ഷേ സമ്മറിൽ ഇവിടെ വെള്ളം തീരെ കുറവായിരിക്കും. ഇപ്പോഴും നമ്മുടെ ആങ്കിൾ ലെങ്തേ ഉള്ളൂ, പക്ഷെ അതിനെക്കാട്ടി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഇരുന്നായിരിക്കും കഴിക്കുന്നത്. ദാറ്റ് വുഡ് ബി റിയലി ബ്യൂട്ടിഫുൾ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നായിരിക്കും ഇന്നത്തെ ലഞ്ച്. എന്തൊരു വ്യൂവും എന്തൊരു... വേദുവിന് വെള്ളത്തിൽ പോകണോ? വേദു ഇത് ബാട്ടപ്പല്ല കേട്ടോ വേദു, ബാട്ടപ്പല്ല ഇത്. ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ, മൈ ഗോഡ്. ഇതിന് വേണ്ടിയാണ് കുറേ പേര് ശരിക്കും ഡ്രൈവ് ചെയ്ത് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നത്, ഈ ചെയിലിൽ കാണാനും ഇവിടെ ഇരുന്ന് കഴിക്കാനും. ഇറ്റ് ഇസ് ദാറ്റ് ബ്യൂട്ടിഫുൾ ഓ ഹിയർ. ഇവിടുത്തെ ഫസ്റ്റ് ടാസ്ക് ഈ റിവർ ക്രോസിംഗ് ആണ്. ഏജ് ഒന്നും ഒരു വിഷയമല്ല. ഡാഡി പതുക്കെ പതുക്കെ ഡാഡി വരുന്നതായിരിക്കും. കണ്ട, ഇതല്ലേ മാസ്. വേറെന്താണ് മാസ്? 75 വയസ്സിലെ റിവർ ക്രോസിംഗ് ചെറിയ സംഭവമാണെങ്കിലും ഇതൊക്കെയാണ് മാസ് അല്ലേ? സമ്മതിക്കണ്ടേ? അടിപൊളി ഡാഡി. ഓ പ്രിയ, ഹൗസ് ദിസ് പ്ലേസ്? ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഐ ആം ലൈക്ക് റിയലി എക്സൈറ്റഡ്
ഒന്നാമത് ലേക്ക് സൈഡ് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറന്റ്, റിവർ സൈഡ് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറന്റ്, ഇങ്ങനത്തെ ഒരു വ്യൂ, അത് റിവറിന്റെ ഓപ്പോസിറ്റ് മൗണ്ടൻസും നല്ല തണുപ്പും. അതെ. ഇനി എനിക്കൊരു പേടി മങ്കി വരുമെന്ന് മാത്രമേ. ഇല്ല, മങ്കിയില്ല ഇവിടെ. മങ്കിയോ നമ്മുടെ ഫുഡ് എടുത്തോണ്ട് പോകാൻ വളരെ സാധ്യത കുറവാണ്. വേദു ഹാപ്പി അല്ലേ വേദു? അത് ക്രോസ് ചെയ്യാനായിരുന്നു ആ പ്രിയ വരച്ച ക്രോസ് ചെയ്ത്. അത് വെള്ളം വേദു, വെള്ളം. ഡാഡി ഈസിലി ക്രോസ് ചെയ്തു. സുഖമായിട്ട് ക്രോസ് ചെയ്തു. വേദു മങ്കി എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുന്നത്? നല്ല സ്ഥലമല്ലേ? ഭയങ്കര രസമല്ലേ? ആ മൗണ്ടൻ ഒക്കെ നേരെ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന കണ്ട അങ്ങ് മൗണ്ടൻസാ കാണുന്നത്. കോഫി കുടിക്കാൻ പറ്റിയ സ്ഥലം. അപ്പൊ കോഫി മതിയല്ലോ, ഫുഡ് വേണ്ടല്ലോ. വേണം, കോഫി കുടിച്ചിട്ട് പോ. അപ്പൊ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കാം അതല്ലേ? പിന്നെ ഇപ്പൊ മഴ പെയ്യുന്നു തോന്നുന്നു കേട്ടാ. അപ്പൊ തണുപ്പ്, നല്ല തണുപ്പായിരിക്കും. അതൊക്കെ പോട്ടെ, എന്റെ ഡ്രസ്സ് എന്താ നോട്ടീസ് ചെയ്യാത്ത? ഞാൻ നോട്ടീസ് ചെയ്തു. സംസാരിക്കാൻ സമയം കിട്ടണ്ടേ, ഫ്രീ ആവണ്ടേ? അത് കറക്റ്റാ. പ്രിയ ഈ ട്രാവലിംഗിന്റെ ഇടയിലാണ് ബാങ്കോക്ക് ഫാഷൻ ഒക്കെ നോക്കുന്നത്. അതെ, ഇത് ഞാൻ എവിടുന്ന വാങ്ങിയത് അറിയോ? വെൻ യു ആർ ഷോപ്പിംഗ് ഫോർ അഡിഡാസ് നോ, എവിടെ മറ്റേ ചണ്ഡീഗറില് ഒരു ഔട്ട്ലെറ്റ് മാളിൽ പോയില്ലേ, അവിടെ പോയപ്പോ ഞാൻ ഇത് മേളിൽ പോയി വാങ്ങിയതാ. ഇത് എന്റെ ന്യൂ ബാലൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്. 1500 ആണ്, എനിക്ക് 499 കിട്ടി. ബിക്കോസ് അഗൈൻ യു വിൽ ഗോ ദേർ. അതിന് നമുക്ക് സൂയിൽ പോകാനുള്ളതായിരുന്നില്ലേ? ഇത് നോക്ക്, അകത്ത് നോക്ക്, ഇതുപോലെ പുള്ളന്നാ. ഡാഡി എങ്ങനെയുണ്ട്? 500 രൂപയ്ക്ക്. കണ്ട എല്ലാരും ഇപ്പൊ ഭാഗ്യാര്. ഇനി പോകുന്നില്ല. ഷോപ്പിൽ കയറുമ്പോ മിണ്ടാണ്ട് മുങ്ങും. എന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി വാങ്ങിച്ചിട്ട് കവറ് എന്താ പറയാ ഹൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും ഇടുന്നത്. എന്നിട്ട് പറയും ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. അപ്പൊ ഞാൻ ആ കടയിൽ പോകില്ല. പ്രിയ മാത്രമല്ല, ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോപ്പിംഗ്. അപ്പൊ ഞാൻ ഇങ്ങനെ നല്ല സാധനങ്ങൾ, ഞാൻ ഏറ്റവും ഓഫറുള്ള സ്ഥലത്ത് ഉള്ളത് നോക്കി പോകും. ഓക്കെ, എന്നിട്ട് അവിടെ ഓഫറുള്ള സാധനം മാത്രമേ നോക്കും. ആ ഓഫറിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട്സ് ഉള്ളത് നോക്കും. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങുള്ളൂ. എനിക്ക് ഓഫർ അല്ലെങ്കിൽ സെയിൽ ഇല്ലാതെ ഒരു സാധനവും വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ആയിപ്പോയി, മൈൻഡ് അങ്ങനെ ട്രെയിൻഡ് ആയിപ്പോയി. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ തപ്പി കിട്ടിയ ഒരു ട്രഷറാണിത്. ഇത് ആക്ച്വലി ഇങ്ങനത്തെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു പറയാ, യൂണിസെക്സ്, യോർ സൈസ്. പക്ഷേ ഐ തോട്ട് യു വോണ്ട് ലൈക്ക് ഇറ്റ്. ഇതൊക്കെ പറയാലോ. ഡാഡിക്ക് എന്തെങ്കിലും വേറെ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ തരാം. വെറും 499 റുപ്പീസേ ഉള്ളൂ. ആ സമയത്ത് സ്റ്റൈലിഷും ആണ്, എനിക്ക് ഒട്ടും നടക്കുന്നില്ല. അതേ ജാക്കറ്റ് ഒന്നും ഇടാത്തത്. 4 ഉണങ്ങുന്നില്ല, അത് കറക്റ്റാ. ഇതേ പശു കാറിന്റെ പുറകെ ഓടുന്നു എൻ്റെ ഇടയ്ക്ക്. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എല്ലാം ഒന്നും നമ്മളെപ്പോഴും ഓടി നടന്ന ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ടൂറിന് വന്നു കഴിഞ്ഞാൽ ഓടി നടന്ന എല്ലാം നടന്ന് കാണാനൊന്നും വേണ്ട. ഇങ്ങനത്തെ ഹിമാചലൊക്കെ വന്നു കഴിഞ്ഞാൽ യു ടേക്ക് ഇറ്റ് സ്ലോ, യു ഗെറ്റ് റിലാക്സ്, യു എൻജോയ് ദ നേച്ചർ, എൻജോയ് ദ വെദർ, ലിസൺ ടു ദ സൗണ്ട് ഓഫ് ദ റിവർ ഫ്ലോയിങ്, വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട് കേട്ട് എൻജോയ് ചെയ്യുക. അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും വളരെ പ്രീച്ചിങ് ആണ് അല്ലെങ്കിൽ പൊട്ടത്തരമാണെന്നൊക്കെ. പക്ഷേ നിങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വന്ന് നിങ്ങൾ ഇഷ്ടമുള്ളവരുടെ കൂടെ ഇരുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനത്തെ ഒരു വെതറിൽ ആംബിയൻസ് ഒക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം അറിയുള്ളൂ. എത്ര ഇഷ്ടമല്ലാത്തവരെന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് വന്നിരുമ്പോൾ എവ്രി വൺ വിൽ ബി ഹാപ്പി. സോ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഹിൽ സ്റ്റേഷനിലും നേച്ചർ ഹോളിഡേയ്സിനൊക്കെ പോകുമ്പോൾ ട്രൈ ടു ടേക്ക് യർ ടൈം, റിലാക്സ്, ഹാവ് ഫൺ, ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ്. ചിലപ്പോൾ ഇന്ന് പ്രിയ ഇറങ്ങാൻ ലേറ്റായി, ചിലപ്പോൾ ഡാഡി ലേറ്റ് ആവും, ഡസൻറ്റ് മാറ്റർ. ഉള്ള കുറച്ച് ടൈം സന്തോഷമായിട്ട് ഇരിക്കാൻ നോക്കുക. വേദു ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നത്. പിന്നെ എപ്പോഴും അങ്ങനെ എനിക്കൊന്ന് ഈ വേദു ഈ നേച്ചർ ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ ഔട്ട്ഡോഴ്സ് ഒക്കെ ഒരുപാട് പോകുമ്പോൾ ആ പിള്ളേർക്ക് എനിക്കൊന്നൊരു കിട്ടുന്ന ഒരു എനർജി, ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് അറിയില്ല. ദേ റിയലി ഹാപ്പി. TV വേണ്ട, മൊബൈൽ വേണ്ട, ഒന്നും വേണ്ട. എത്ര നേരം വേണമെങ്കിലും ദിൽ പ്ലേ അൺലെസ് ദേ സ്ലീപ്പ് ചെയ്യോ അതേ ഹംഗ്രി. വേദു ഉണ്ട് എല്ലായിരുന്നു ഒബ്സർവ് ചെയ്യുക. അവിടെ ഒരു കൗ ചൊറിയെന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക വേദു. അല്ലേ വേദു? യെസ് വേദു, നിക്കവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് കമൻസ്, ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരുന്നുണ്ട്. ലൈക്ക് നെഗറ്റീവ് കമൻസ് ആണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ, നോട്ട് എ ബിഗ് ഡീൽ. ഇപ്പോൾ ഡാഡി എന്തിനാണ് നിങ്ങളോട് ട്രാവൽ ചെയ്യുന്ന, വേദുവിൻ്റെ മുടി എന്താ വെട്ടാത്ത, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു മോഡറേറ്റർ ഉണ്ട് ഹൂ ഡിലീറ്റ്സ് ഓൾ ദ ബാഡ് കമൻറ്റ്സ്. ഇതൊന്നും ബാഡ് അല്ലല്ലോ, ഇതൊരു ക്വസ്റ്റ്യൻ പോലെയാണ്, ജസ്റ്റ് നെഗറ്റീവ്, ചെറിയ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ നിങ്ങളുടെ ഒരുപാട് ഞങ്ങൾക്ക് നെഗറ്റീവ് കമൻസും ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് താല്പര്യമില്ല ഒട്ടും ചെയ്യാൻ. ഞങ്ങളുടെ ചാനലിൽ അങ്ങനത്തെ വീഡിയോസൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഞാൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇത് ഇങ്ങനത്തെ കുറേ നെഗറ്റീവായിട്ടല്ല, എന്നാലും ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ഞാൻ റിയാക്ട് ചെയ്യാം.
ഞങ്ങളിരുന്ന് ആൻസർ പറയാം, അതാണ് ബേസിക് റിയാക്ഷൻ. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വീഡിയോസാണ് അങ്ങനത്തെയൊക്കെ, പക്ഷേ എന്നാലും ഒരുപാട് റിപ്പീറ്റായി ചോദിക്കുന്നുണ്ട്. ഐ തോട്ട് ഇറ്റ് മൈറ്റ് ബി ഗുഡ് ടു ഡു ദാറ്റ്. സോ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതോ ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ട് കണ്ട. എന്തായാലും സേഫാണ്, ഒരു കുഴപ്പമില്ല. ഈ വെള്ളത്തിനൊക്കെ ആകെ കൂടെ അരടി പോലും ആഴമില്ല. പിന്നെ വേദ് ഭയങ്കര കെയർഫുള്ളാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴും, പക്ഷെ വീഴണമല്ലോ, പിള്ളേരായ വീഴണം. ബാ തിരിച്ചു പോവാം, ബാ. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സേഫസ്റ്റ് ബെറ്റ് മാഗി കഴിക്കുന്നതാണ്. അപ്പോൾ മാഗി ബൈ ദ ലേക്ക്, അല്ല ബൈ ദ റിവർ. പ്രിയയ്ക്ക് മാഗി ഇഷ്ടമല്ല, അതുകൊണ്ട് പ്രിയയ്ക്ക് പറഞ്ഞില്ല കേട്ടോ. പ്രിയയ്ക്ക് ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. എന്നാ പ്രിയയ്ക്ക് കഴിച്ചു നോക്കാതെ ഒരു സമാധാനം ഇല്ല. അത് എന്തൊന്നും വേണ്ടാന്ന് പറഞ്ഞാണ്. ഒരു സ്പൂണിൽ കൂടുതൽ എടുത്താ ഇനി കഴിക്കില്ല. ഞാൻ എടുത്തോണ്ട് ഓടും. ഡാഡി കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കംപ്ലൈന്റാ പറഞ്ഞതെന്ന് അറിയോ? ഇതൊക്കെ കഴിക്കാനാണ് നമ്മളിവിടെ വരുന്നതെന്ന്. വേണ്ട, അത്ര സ്നേഹം വേണ്ട. ഇതാണ് കണ്ട, ഇതാണ് എല്ലാവരും ആരും കഴിക്കുന്നതിന് മുമ്പ് വേണ്ട, ഇതൊന്നും അല്ല, ഇതൊന്നും വേണ്ട, ഇന്നൊക്കെയാണ് ഇവിടെ വന്നതെന്നൊക്കെ പറയും. കഴിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കഴിക്കാൻ പോകണോ അതോ ഞാൻ വേറെ ഓർഡർ ചെയ്യണോ? വളരെ സിമ്പിളാണ്. ഫ്രൈഡ് റൈസ്, കുറച്ച് സ്പൈസസ് ഇട്ട് ചിക്കൻ ബോയിൽ ചെയ്ത് കുറച്ച് സ്റ്റർ ഫ്രൈ ചെയ്തിട്ടിരിക്കുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു ഗൂഗിളിലോ ട്രിപ്പ് അഡ്വൈസറിലോ ഒന്നും റിവ്യൂ ആണില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഹിഡൻ ജെംസ് ഒക്കെ വന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ഒരിക്കലും വിചാരിക്കില്ല ഇത്രയും നല്ല ഫുഡൊക്കെ ഇങ്ങനത്തെ ഒരു ഏരിയ വന്ന് കിട്ടുന്നു. അടിപൊളി, ഇറ്റ്സ് റിയലി ഗുഡ്. കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. എനിക്കൊന്ന് ഫ്രൈഡ് റൈസ് ചിലപ്പോൾ ഒരു 250-270 rupees ഒക്കെ ആയിരിക്കും. ഡസൻറ്റ് മാറ്റർ, ഇറ്റ്സ് സോ ഗുഡ്. എസ്പെഷ്യലി ലൊക്കേഷൻ ഈസ് പ്രൈസ്ലെസ്. നോ കണ്ടോ ഞങ്ങളുടെ വ്യൂ. ഇത് ഫ്രൈഡ് റൈസ്, ഇത് വ്യൂ. എവിടെ ഇത് ഫ്രൈഡ് റൈസ്, ഇത് വ്യൂ. ഇത് ഫ്രൈഡ് റൈസ്, ഇത് വ്യൂ. വാട്ട് ആൻ അമേസിങ് പ്ലേസ്, വാട്ട് ആൻ അമേസിങ് ലഞ്ച്, വാട്ട് ആൻ അമേസിങ് ഫാമിലി ടൈം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട പറയുവാണ്. അടിപൊളിക്ക് പോകാൻ തോന്നില്ല, പക്ഷേ നമ്മൾ വ്ളോഗിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാണിച്ചുകൊണ്ടിരിക്കണ്ടേ. ഇവിടുന്ന് ആക്ച്വലി ഞങ്ങൾ റൂമിൽ പോയി റിലാക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആ റൂം ഭയങ്കര ഇഷ്ടം. ഇന്ന് ലാസ്റ്റ് അല്ല, പക്ഷേ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു 25 kilometers വിട്ട് ഒരു നല്ലൊരു പാർക്ക് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഇല്ല. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അത് ആക്ച്വലി സോളനിലാണ്, അവിടെ ആയിരുന്നു നമ്മൾ കാണിക്കേണ്ടത്. പക്ഷേ അത് മിസ്സായിപ്പോയി. അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമില്ല, അവിടെ പോവാം. എന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തിരിച്ച് റൂമിലേക്ക് എത്താം. കരിമ്പിൻ ജ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മോഹൻ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡിക്ക് അറിയില്ല കേട്ടോ ആ പാർക്കിൻ്റെ ഒരു മോഹൻ പാർക്കാണ്. ഓപ്പൺ ആണോന്നും അറിയില്ല. ഓപ്പൺ ആണെങ്കിൽ നല്ല കാഴ്ചകൾ കാണാം. പക്ഷെ അതിന് മുമ്പ് കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടേ പോകുള്ളൂ. അതും കാല നമുക്കിട്ട കരിമ്പിൻ ജ്യൂസ്. ഉറങ്ങിക്കിടന്ന ആൾക്ക് ഉഷാറായി അല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ കുടിച്ചിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് കേട്ടോ. സിമ്പിൾ സാധനമാണ് ഞാൻ പറഞ്ഞ പോലെ, പക്ഷേ ഇറ്റ് ഈസ് സോ ഗുഡ്. എന്തൊക്കെയാണെന്നറിയോ? ഫ്രഷ് ഷുഗർ കെയിൻ ഓബിയസ്ലി, ജിഞ്ചർ, പുദീന, നീമ്പു ആൻഡ് കാല നമക്ക്. അടിപൊളി. ഓ എന്തായാലും ഭയങ്കര നല്ല ജ്യൂസായിരുന്നു. ഭൈ ആപ്കാ ജ്യൂസ് ബഹുത് അച്ഛാ താ. ബൈ. നമ്മൾ പോകുന്ന പാർക്കിന്റെ പേരില്ലേ, മോഹൻ പാർക്ക്. ഡാഡിയുടെ പേര് മോഹൻ എന്നാണ് അറിയാത്തവർക്ക്. അപ്പോൾ ഈ ഒരു പാർക്കിലേക്ക് പോകുന്ന റൂട്ട് ഉണ്ട്. ഇതൊരു സെക്ലൂഡഡ് ആണ്, പക്ഷെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൈൻഡിങ് റോഡ് സറൗണ്ടഡ് ബൈ മൗണ്ടൻസ്. വേറെ ആരും ഇല്ല. എനിക്കൊന്ന് പാർക്ക് ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരിക്കും, പക്ഷെ ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ ഓവർ ഹിയർ. മോഹൻ ഹെറിറ്റേജ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. എനിക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഹോട്ടലിലെ ആൾ റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ എന്താ കയറി നോക്കിയിട്ട് ഞങ്ങൾ എന്തൊക്കെയോ കാണുന്നത് അത് തന്നെയായിരിക്കും നിങ്ങളും കാണുന്നത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് വലിയ വിവരമില്ല. ഉള്ളി തിങ് അറിയാവുന്നത് വേദു ഇവിടെ ലയണിനെ കണ്ടിട്ടുണ്ട്. വേദുവിനെ ലയണിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം. എങ്ങനെയാണ് ലയണിൻ്റെ സൗണ്ട്? എന്താണ് അല്ലെങ്കിൽ കാണിക്കുമല്ലോ. ഇത് എന്താന്ന് ഒരു ഐഡിയ ഇല്ല പറയാ. പക്ഷെ എനിക്ക് അത് പാർക്കെന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷേ സ്പിരിച്വൽ മ്യൂസിക് ഒക്കെ ആണല്ലോ. എന്താന്നോ ഡാഡികൾ ചിലപ്പോൾ ഈ പൂക്കളൊക്കെ ആയിരിക്കും ഡാഡിയുടെ നോട്ടം കേട്ടോ.
ഡാഡി ഇതെന്താ സംഭവം എന്നറിയോ? മഹാഭാരതത്തിനെ ബേസ്ഡ് ഉള്ള ഒരു മന്ദിരമാണ്. മഹാഭാരതത്തിലെ കുറെ രൂപങ്ങൾ ഇവിടെ പണിത് വെച്ചിട്ടുണ്ടെന്ന്. ഡാഡിക്ക് കണ്ട മനസ്സിലാവോ മഹാഭാരതത്തിന്റെ? എന്നാ നമുക്ക് നോക്കാം എന്തൊക്കെ നമുക്ക് മനസ്സിലാവും. മഹാഭാരതം മനസ്സിലാവോന്നോ? എല്ലാവർക്കും അറിയില്ലല്ലോ പ്രിയ. എനിക്കറിയില്ല. ഡാഡിക്ക് അറിയാം. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഡാഡി എന്ത് രസമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക്. ഗാർഡൻ, ഡാഡിയുടെ ഫേവറേറ്റ് ഗാർഡൻ. അത് ഒരു സ്റ്റാച്ചു ഉണ്ടോ? അത് നമുക്ക് അകത്ത് പോയി കാണാം. ആന, ഡിയർ, നമുക്ക് എന്തൊക്കെയാന്ന് പോയി നോക്കാം. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. ഇതിപ്പം ആ ഏരിയ പോലും എവിടെയാണെന്ന് അറിയില്ല. എന്നിട്ടും ഈ ഏരിയയിലൊക്കെ എന്ത് വെൽ മെയിൻറ്റെയിൻഡാ. സത്യം പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് മെയിൻ ചിൽഡ്രൻസ് പാർക്ക് പോലും ഇത്രയും മെയിൻറ്റെയിൻഡ് അല്ല. ഇവിടെയാണെങ്കിലോ ആൾക്കാർ വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു അധികം. എന്നിട്ടും അതിൻ്റെ ഭംഗി നോക്ക്. ഇത് എന്ത് ഭംഗി. എനിക്ക് ക്യാമറ കൂടെ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ഒരു സ്ഥലത്ത് ടൈല്, ഒരു സ്ഥലത്ത് പുല്ലുവാ. അത് ചെക്ക് പാറ്റേണിൽ ചെയ്തിരിക്കും. നോക്ക് ഫുൾ ഏരിയ. ഷോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക്, മൗണ്ടൻസ്. എന്തൊരു പ്രിറ്റി സൈറ്റാ. ഇത് നല്ല ഐഡിയ അല്ലേ? ഐഡിയ നമ്മളെവിടെയും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. അത് മാത്രമല്ല ദൂരെ കാഴ്ചയിൽ കണ്ടില്ല, എല്ലാം ടൈൽസ് ആയിട്ട് തോന്നും. ഗ്രീൻ ടൈലും വൈറ്റ് ടൈലും. അതെ, പക്ഷെ ഗ്രീൻ ടൈലൊക്കെ പുല്ലാണ്. പ്രിയ ഇത് കണ്ട ടൈൽസും പുല്ലുമായിട്ട് ഓൾട്ടർനേറ്റ് അങ്ങ് അറ്റം വരെ. ഓ എൻ്റെ ഡാഡി നേരെ നോക്ക് മുകളിലേക്ക്. അതല്ലേ രഥം? ഓ എത്ര കുതിര? 1 2 3 4 5 6 7 കുതിരയും കൃഷ്ണനെ ഓടിക്കുന്നല്ലേ? മഹാവിഷ്ണു. ഇതേ ഡാഡി ഇപ്പുറത്ത് നോക്ക്, റൈറ്റ് സൈഡില് ശിവനല്ലേ അത്? റൈറ്റ് സൈഡില് ശിവൻ. ഡാഡി ഇതൊക്കെയാന്ന് തോന്നുന്നു ഒരു മഹാഭാരതത്തിലെ ഓരോ ക്യാരക്ടേഴ്സ് ആണ്. ഇത് അശ്വനി കുമാർ, അതാരാന്നറിയില്ല. പഞ്ചാബി ബ്രാഹ്മൺ, അതും അറിയില്ല. തമിഴ് ബ്രാഹ്മൺ, ഓരോ ബ്രാഹ്മിൻസിന്റെ ഓരോ വേർഷൻസ് ആണെന്ന് തോന്നുന്നു. ഇത് ഉദയ പണ്ഡിത്, അതും അറിയില്ല. മേളിലത്തെ കിഡിലനായിട്ടുണ്ട് ആ രഥം കൃഷ്ണന്റെ. പ്രിയ ആ റൈറ്റ് സൈഡിൽ മേളിൽ നോക്ക്, ശിവന്റെ ലിംഗം. ശിവൻ ലിംഗം അല്ല, ശിവൻ ഇരിക്കുന്നത്. ശിവനും പാർവതിയും. ഡാഡി കണ്ട ആ വെള്ള മേളില്? എന്താ അല്ലേ? ഇത് ദുഷ്യന്തനാണ്. ഇതിന്റെ അകത്ത് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മളൊന്ന് കേറിയിട്ട് വരാം. മേളില് ഗണപതി ഉണ്ട്, പാർവതി ഉണ്ട്. അത് ഹോസ്. ഡാഡി അമ്പലം എങ്ങനെയുണ്ട് ഡാഡി? ഭയങ്കര നല്ല അമ്പലം. മാത്രമല്ല ഭയങ്കര ക്ലീൻ ആണ്. ക്ലീൻ. നടക്കാനെങ്കിൽ നടപ്പാതയിൽ കംപ്ലീറ്റ് കാർപ്പറ്റ് ഇട്ടിട്ടാണ് നടക്കുന്നത്. വൃത്തി എന്ന് പറഞ്ഞ ഇതാണ്. മാത്രമല്ല ഈ അമ്പലത്തിനകത്ത് അവര് മഹാഭാരതത്തിന്റെ ഓരോ മെയിൻ ചാപ്റ്റേഴ്സ് അവിടെ സ്കൾപ്ചേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ അതെ ഭയങ്കര രസമാണ്. മാത്രമല്ല ഒരുപാട് എല്ലാ ഭഗവാന്മാരും ഉണ്ട് അല്ലെ, എല്ലാ ദേവന്മാരും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടുത്തെ മെയിൻ വ്യാസമുനി ഉണ്ട്. വ്യാസമുനിയാണ് മഹാഭാരതം പറഞ്ഞു കൊടുത്ത് ഗണപതി എഴുതുന്നത്. വ്യാസമുനിയുടെയും ഉണ്ട്. ഗണപതിയുണ്ട്, ശിവനുണ്ട്, പാർവതിയുണ്ട്, മുരുകനുണ്ട്, മഹാവിഷ്ണു ഉണ്ട്. അല്ലാതെ ചെറിയ എല്ലാ ക്യാരക്ടേഴ്സും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഡാഡിക്ക് വേറൊരു കാര്യം, മെയിൻ പ്രതിഷ്ഠ കാളീനെ കണ്ടില്ലേ? 1 കോടിയാണ് അതിന്. സ്വർണ്ണം ആഭരണം കണ്ടില്ലേ? 1 കോടിയുടെ ഗോൾഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അതിന്റെ ആഭരണങ്ങൾ ഭയങ്കര റിച്ച് ആഭരണങ്ങളാണ്. അതെ, ഈ ഡോറിന്റെ ഒക്കെ വർക്ക് തന്നെ കണ്ട എന്തൊരു രസമാണ്. ഇത് കണ്ടില്ലേ? നമ്മൾ ഒട്ടും മിസ് ചെയ്തു പോയനല്ലേ ഇവിടെ വന്നില്ലെങ്കിൽ. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണേണ്ടതല്ലേ? ഇതാ ശിവനും പാർവതി മേളിൽ അതേ കാണിച്ചു. അല്ലാതെ ഇവിടെ ഫുൾ ആനിമൽസ് ആണ്. ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെ എല്ലാ ആനിമൽസിന്റെയും ഓരോരോ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അത് റൈനോ ഉണ്ട്, സീബ്ര ഉണ്ട്, ഡിയർ ഉണ്ട്, ആന്റ്ലോപ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. ഒരു ശരിക്കും എന്തൊരു ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ ഡാഡി? ഭംഗിയല്ല, മെയിൻ്റെനൻസ്. അതാണ് പറയുന്നത്. ആ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു സ്ഥലത്തും ആവശ്യമില്ലാത്ത ഒരു പുല്ല് വളർന്നിട്ടില്ല, കാട് പിടിച്ചിട്ടില്ല, സംരക്ഷിക്കാതിരുന്നില്ല. ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര നല്ല മെയിൻ്റെനൻസ്. ഒരു അകത്തെ കാളി ദേവി ഇല്ലേ, അത് ടിക്കറ്റ് 1 കോടിയാ അതിന്റെ ഗോൾഡ്, വർത്ത് ഓഫ് ഗോൾഡ്. ഇവിടെ അമ്പലത്തിന് അകത്ത് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ വെളിയിലും ഓരോരോ പ്രതിഷ്ഠകളുണ്ട്, ദേവികളുണ്ട്, ദേവന്മാരുണ്ട്. ഇറ്റ്സ് ഓവറോൾ ഭയങ്കരമായിട്ടുള്ളൊരു റിലീജിയസ് ഹിന്ദു ടെമ്പിൾ തന്നെയാണ്. ഞാൻ ഹെറിറ്റേജ് പാർക്കാന്ന് വിചാരിച്ചാൽ വന്നത്, പക്ഷേ ഇറ്റ്സ് ലുക്കിംഗ് സോ നൈസ്, സോ കാം, സോ പീസ്ഫുൾ. അവിടെ മഹാവിഷ്ണു ഉണ്ട്, അടിപൊളി. ഇത് നവഗ്രഹങ്ങളാണ്. നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇത് നവഗ്രഹങ്ങളല്ലേ? 9 പ്ലാനറ്റ്സ് ആണ്.
ഇപ്പം വേദുവിന് എവിടെ കണ്ടാലും പൈസ ഭണ്ഡാരത്തിലിടണം. ഏത് ഭണ്ഡാരം കണ്ടാലും അത് ഡാഡി അടുത്ത് തന്നെ കാശ് വാങ്ങും. കൃത്യമായിട്ട് ഇടുന്നു, കറക്റ്റ് ആയിട്ട് ഇടും. മതി ബാ. ഓക്കെ ഡാഡി ഇത് നോക്ക്, ശിവ ഇൻ അഗ്നിദേവ് ഫോം. കേദർനാഥ്, ബദ്രീനാഥ്. ഇത് കണ്ടോ എന്ത് പേടിയാന്ന് നോക്ക്. കേദർനാഥ് അല്ലേ, ശിവ ഇൻ അഗ്നിദേവി ഫോം ഇത്. ഡാഡി ഇത് കണ്ട കാർപ്പറ്റ്. കാർപ്പറ്റ് അതൊക്കെ എപ്പോഴും ഈ പടികള് വെള്ളം ഒഴിച്ച് വാഷി കഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഭക്തർക്ക് തെന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാർപ്പറ്റ് അങ്ങ് അറ്റം വരെ ഉണ്ട്. മാത്രല്ല കാലും ക്ലീനോ. നനഞ്ഞ കാർപ്പറ്റിൽ ചെറിയ നനവ് അവരിടും. കാർപ്പറ്റ് എന്ത് നല്ലതല്ലേ, ഇതൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലും ഫോളോ ചെയ്യാം. വേദുവിന്റെ കാല് ക്ലീൻ ആണല്ലേ. വീഴാൻ പോയിന്ന്. അപ്പൊ കാർപ്പറ്റ് ഉള്ളതാണ് വേദു രക്ഷപ്പെട്ടു. ഓ അങ്ങനെ കരഞ്ഞാനേ വേദു അല്ലെ, വീണെങ്കിൽ കരഞ്ഞാനേ. ഒന്നും കൂടെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതൊന്ന് കാണിക്കുകയാണ്. ദിസ് ഹാസ് ബീൻ എ ഹിഡൻ ഡിസ്കവറി. ഹോട്ടലുകാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ വന്ന ഹിഡൻ ഡിസ്കവറി. മസ്റ്റ് വിസിറ്റ് മോഹൻ ഹെറിറ്റേജ് പാർക്ക്. ഇവിടെ വേറെ മോഹൻ പാർക്ക് ഉണ്ട്, അതല്ല മോഹൻ ഹെറിറ്റേജ് പാർക്ക് സോളനിലാണ് വരേണ്ടത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കേട്ടോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. ആ ബാക്ക് ഡ്രോപ്പും ഇതൊക്കെ നോക്ക്. ഇതെന്തൊരു ഭംഗിയാ നോക്കി. ഈവനിങ്സ് ഇങ്ങനെ കാറില് ഇത് ഇങ്ങനത്തെ ഒരു സീനറിയും കണ്ടു പോവാൻ, എസ്പെഷ്യലി ബാക്ക് സീറ്റിൽ ഇരുന്ന് പോവാൻ. എനിക്കാണെങ്കിൽ കണ്ട് ആസ്വദിക്കാനും പറ്റുന്നില്ല, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് എനിക്ക് ഫുൾ ആയിട്ട് ആസ്വദിക്കാൻ. ബാക്ക് സീറ്റിൽ ഇരുന്ന് പോകുമ്പോ ശരിക്കും ആസ്വദിച്ച് കാറ്റും കൊണ്ട് ഞാൻ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിരിക്കുക. 17 നല്ല വെതറാ. അതന്നെ, എവിടെ പോയാലും നല്ല റോഡാ, ഒരു കുലുക്കോ ഇല്ല, ഓടിക്കാനും നല്ല രസമാണ്. സമ്മതിക്കണം കേട്ടോ. ഹിമാചൽ പാരഡൈസ് എന്ന് പറയുന്നത് ഹിമാചൽ. അയ്യോ വേഗം പറ്റോ. കോഫി കുടിക്കാൻ നിർത്തിയ സ്ഥലം നോക്കി. ഞാൻ ആപ്പിൾ ജ്യൂസ് ആണ് പറഞ്ഞത്. ജസ്റ്റ് സീ ഹൗ പ്രിറ്റി ദിസ് കഫേ ഈസ്. ഇറ്റ്സ് ഓൺ ദ ഹിൽ സൈഡ് ആണ്. ഇവിടുന്ന് നേരെ നമുക്ക് തുറന്നു പോവാം. എല്ലായിടത്തും ഭയങ്കര സീനിക് സ്ഥലമാണ്. ജസ്റ്റ് സീ ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ. ദിസ് ഇസ് ദ പ്ലേസ് ഫോർ കോഫി. പ്രിയ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അവിടെ. ഈ ട്രീസിൻ്റെ ഒക്കെ കളർ നോക്ക്, എന്തൊരു ഭംഗിയാണ്. ഓ കോൾഡ് എയർ ഓൾസോ. എനിക്ക് കാറ്റ് എൻ്റെ മുഖത്ത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. കോൾഡ് മൗണ്ടൻ എയർ ഹിറ്റിംഗ് ഇൻ ദ ഫേസ്, എസ്പെഷ്യലി ഈവനിങ്ങിൽ. ഇറ്റ്സ് സോ കംഫർട്ടിങ്. അത് എക്സ്ട്രീം കോൾഡും അല്ല. ബട്ട് ഈ ടൈം നമ്മൾ അവസാനിപ്പിക്കാനായിട്ട് ഒരു നല്ല പനീർ പക്കോറ വന്നിട്ടുണ്ട്. പക്ഷേ പഴംപൊരി ഇല്ല, അതൊരു വിഷമമായി പോയി. എന്നാലും പനീർ പക്കോറ ഉള്ളതുകൊണ്ട് ഈ വ്യൂവും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും. ലവ്ലി പ്ലേസ് കേട്ടോ, കസൗലി. എന്താ പേരെനിക്കറിയില്ല. പിന്നെ ഇവിടെയൊക്കെ ഈ വൈൻസും ബിയറും ഫ്രൂട്ട് ബിയറും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അത് ആൽക്കഹോളിക്കും ആണ്, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എല്ലാ കടകളിലും. അപ്പോൾ അവർക്കത് ചെറിയ സെപ്പറേറ്റ് ലൈസൻസ് എന്തുണ്ടെന്ന് അത് വെച്ച് അവർക്ക് വിൽക്കാമെന്ന്. നല്ല ആൽക്കഹോൾ പെർസെൻറ്റേജും ഉണ്ട്. വൈനിൽ 11%, ബിയറിൽ 8%. പക്ഷേ ഫ്രൂട്ട് ബേസ്ഡ് ആണ്, ഫ്രൂട്ട് വൈൻസും ഫ്രൂട്ട് ബിയേഴ്സും. ഈ ആപ്പിൾ ചിപ്സ് ഇവിടുത്തെ ലോക്കൽ സാധനമാണ്. ആപ്പിൾ വെച്ച് ചിപ്സ് ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പഴം വെച്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കപ്പ് വെച്ച് ഉണ്ടാക്കുന്ന ഇവിടെ ആപ്പിളാണ്. ആൻഡ് ഇറ്റ്സ് ബേക്ഡ്, നോട്ട് ഫ്രൈഡ് ഓൾസോ. ആൻഡ് എരിവുമാണെന്നാണ് പറയുന്നത്. നോക്കാമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. അടിപൊളിയാണ്. ഷേപ്പ് നോക്ക്. എരിവ് ചെറിയ എരിവേ ഉള്ളൂ. ആപ്പിളിൻ്റെ പ്രോപ്പർ ഡ്രൈഡ് ആപ്പിളിൻ്റെ ടേസ്റ്റാണ്. ചെറുതായിട്ട് സോൾട്ടിനെസ്സും ഉണ്ട്. നല്ല ക്രിസ്പിയാണ്. അതും ബേക്ക്ഡ് അല്ല, അടിപൊളി. വേദുവിനൊക്കെ ശരിക്കും ഇത് സ്നാക്കായിട്ട് കൊടുക്കുക. ഹെൽത്തിയാണ്, ന്യൂട്രീഷ്യസും ആണ്, ടേസ്റ്റിയാണ്. ഇതാണ് സംഭവം. കവർ മാത്രമേ ഉള്ളൂ വലുത്. എയർ വെച്ച് നിറച്ചിരിക്കുക. കഴിച്ചു നോക്കുക. ഫ്രൈഡ് അല്ല, ആപ്പിളിന്റെ ടേസ്റ്റ്. ആപ്പിൾ തന്നെയാ. നല്ല ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇന്നൊരു കിടിലൻ ദിവസമായിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് കയറി. ആരാ പറഞ്ഞു ഇവിടെ ഒരുപാട് ഒരു കമൻറ്റ് ചെയ്യില്ല ഇവിടെ ചൂടായി തണുപ്പില്ല എന്നൊക്കെ. ഇപ്പോൾ 10 degrees ആണ്. ആൻഡ് ദാറ്റ് ടു ഇൻ മാർച്ച്. അപ്പോൾ ഏപ്രിലൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഹിമാചലിലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഫീൽ ദ വെദർ വിൽ ബി റിയലി ഗുഡ്. നമ്മളിന്ന് 2 ഹീറ്റർ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹീറ്റർ ഉണ്ട്, അവിടെ ഒരു ഹീറ്റർ ഉണ്ട് റൂമിൽ. സോ എന്തായാലും
ഈ കോൾഡ് വി ആർ ടോട്ടലി എൻജോയിങ് ഇറ്റ്. ഈ കുറച്ച് റൂമിലൊക്കെ ഒന്ന് കിടന്ന് അത് കഴിഞ്ഞിട്ട് ഇനി ഡിന്നറിന് പോകണം. ഇന്ന് ഡിന്നറിന് എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, കടായി ചിക്കനാണ്, സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും ചപ്പാത്തിയും. അതാണ് ഇന്നത്തെ ഡിന്നർ. പ്ലസ് ഓബിയസ്ലി ഡിസേർട്ട്. അത് നിങ്ങൾ ലാസ്റ്റ് കാണാം എന്താ ഡിസേർട്ട് അറിയായിരിക്കുമല്ലോ. ഗസ് ചെയ്യുക, പ്രിയയുടെ ഫേവറേറ്റാണ്. അപ്പോൾ എല്ലാം നമ്മുടെ സ്റ്റേ എല്ലാം അവസാനിച്ച് ലാസ്റ്റ് ഡിന്നർ ഇൻ ചേൽ ഹാംലെറ്റ് ആണ്. ഇറ്റ്സ് ബീൻ എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇതിപ്പോൾ എന്തായാലും ആൾക്കാർ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയില്ലല്ലോ, കാരണം ഇവർക്ക് നമ്മൾ അറിയത്ത് പോലുമില്ല. പക്ഷേ ഇവർ ഇന്ന് ഞങ്ങൾ ലേറ്റായി എത്തിയപ്പോൾ അവർ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു വേറെ യു സേഫ് ആണോ എന്നൊക്കെ. അതൊക്കെ ഒരു ചെറിയ കാര്യമാണെങ്കിലും ദി കെയർ അബൌട്ട് us. അമ്മ വരും. അതല്ലാതെ ഇത് നമ്മൾ കറക്റ്റ് ടൈം 9:30 എന്ന് പറഞ്ഞു. ഇപ്പം ടൈം എന്തായി? 9:36 ആയി. അവർ കണ്ട സ്റ്റാർട്ടേഴ്സും സാലഡൊക്കെ കൊണ്ട് സെർവ് ചെയ്ത് വെച്ചിരിക്കുക. ദി സർവീസ് ഹാസ് ബീൻ വണ്ടർഫുൾ. ക്ലീനിങ് ഹാസ് ബീൻ വണ്ടർഫുൾ. സേഫ്റ്റി മെഷർ, സാനിറ്റൈസിങ് ഹാസ് ബീൻ വണ്ടർഫുൾ. ഹീറ്റേഴ്സ് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ സ്റ്റേ. ഐ ഫീൽ ദിസ് വിൽ ബി വൺ ഓഫ് ദ മോസ്റ്റ് റെക്കമെൻഡഡ് ഹോട്ടൽ ഇൻ ചേൽ. അത് തന്നെയായിരിക്കും, ബിക്കോസ് ഇവിടെ റിവ്യൂസും നല്ലതായിരുന്നു. ആൻഡ് ഇറ്റ്സ് ബീൻ വണ്ടർഫുൾ സ്റ്റേ ഹിയർ. ഈവൻ ദ ഫുഡ് ഇസ് റിയലി ഗുഡ്. എന്താ നിങ്ങളിവിടെ വരുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഇൻക്ലൂഡിങ് ഡിന്നർ എടുക്കുക. കാരണം എൻ്റെ അടുത്ത് വേറെ ഡിന്നർ കിട്ടുന്ന സ്ഥലമൊന്നുമില്ലോ. ഇവർ ഇൻക്ലൂഡിങ് ഡിന്നർ പാക്കേജ് ചോദിക്കും കേട്ടോ. ലഞ്ച് വേണ്ട, ലഞ്ച് നിങ്ങൾ ഔട്ടിങ്ങിനൊക്കെ പോലോ. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ. ഇന്നത്തെ സൂപ്പ് തുടങ്ങുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. നമ്മൾ അപ്പോൾ ഇതിൻ്റെ ടൊമാറ്റോനെ വ്ളോഗ് ചെയ്യാം. അത് ആദ്യമായിട്ടാണല്ലോ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടിങ് ഫുഡ് സൂപ്പ് തന്നെയാണ്. അതിന് ഇവിടുത്തെ എല്ലാ സൂപ്പും നല്ലതാണ്. ഇതും കൊള്ളാമല്ലോ ഡാഡി. ഭയങ്കര നന്നല്ലേ? കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇഷ്ടമായി പറയാ നൈസ് സൂപ്പിനോ ഡാഡി. അപ്പോൾ നമ്മൾ നാളെ ഷിംലയിലേക്ക് പോവാണ്. ചേൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്ഥലം? ചേൽ വളരെ നല്ലതാണ്, നല്ല സ്ഥലമാണ്. ഭയങ്കര തണുപ്പാണ്, കാമാണ്. അധികം ജനങ്ങളില്ലാത്തതാണ് ഇതിൻ്റെ ഭംഗി അല്ലേ? ഓക്കെ. അപ്പോൾ ഡാഡി ഇപ്പോൾ തണുപ്പാന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ ഇപ്പം രാത്രിയിലത്തെ തണുപ്പാണ്, നാളെ ഷിംലയിലെ തണുപ്പ് പ്രിയ. ഇവിടുത്തെ രാത്രിയിലത്തെ തണുപ്പാണ്, അവിടുത്തെ രാവിലത്തെ തണുപ്പ്. കേട്ടോ വേദു? രാവിലെ തന്നെ ഡാഡി ജാക്കറ്റും കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിക്കും. ഇപ്പൊ എനിക്കറിയില്ല, നാളെ പോകുമ്പോ അറിയാം. വെദർ അവിടെ 4 ആണ്, 4 in the night. And people think it is very hot in Himachal right now. നമ്മളോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യായിരുന്നു, നിങ്ങൾ എന്തിനാ വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ എന്തായാലും നാളത്തെ അവിടുത്തെ വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം കേട്ടോ. ഹോപ്പ്ഫുള്ളി ഇത്രയും തന്നെ ആവും. ആയാലും എനിക്ക് ഇത്രയും സന്തോഷത്തോടെ നാളെ വ്ളോഗ് ചെയ്യാൻ പറ്റുള്ളൂ. മോർ കോൾഡർ ഇറ്റ് ഇസ് മോർ ഹാപ്പിയർ ആയ. ഇന്നത്തെ ഡിന്നർ അവസാനിക്കാൻ ഒരു ഫുൾ പോർഷൻ കടായി ചിക്കനാണ്. ജസ്റ്റ് സീ ദ സൈസ്. അതും നല്ല സോഫ്റ്റ് ബട്ടർ ചപ്പാത്തി. കടായി ചിക്കൻ ഞാൻ എല്ലാ വ്ളോഗിലും എന്തെങ്കിലും നിങ്ങളെ കഴിക്കാൻ കൊതിപ്പിക്കും. നിങ്ങളത് കടായി ചിക്കൻ ട്രൈ ചെയ്ത് നോക്ക്. എറണാകുളത്ത് എനിക്കൊന്ന് നല്ലത് തണ്ടൂരിൽ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കിട്ടും കേട്ടോ കടായി ചിക്കൻ. വേറെ എനിക്ക് എവിടെയെന്ന് അറിയില്ല. പഴയ സ്ഥലമാണ് തണ്ടൂർ, നമ്മുടെ MG റോഡിൻ്റെ അടുത്തായിട്ട്. സോ വുഡ്ലൻഡ്സ് അടുത്ത് നിങ്ങൾ കടായി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യണം. ഇറ്റ്സ് റിയലി ടേസ്റ്റി ഡിഷ്. ഒന്നും കൂടെ കാണിച്ചേക്കാം, ഇനി കൊതി ആയില്ലെങ്കിലോ. നല്ല തിക്ക് ക്രീമി കടായി ചിക്കൻ. അവിടെ ചട്ടിയില്ല. അപ്പോൾ നാളെ നമ്മുടെ യാത്ര ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഷിംലയിലേക്കാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി എക്സൈറ്റിംഗ്. അപ്പോൾ നാളെ 10 മണിക്ക് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.